ഹലോ ഫ്രണ്ട്സ്, വീണ്ടും CCNA ക്ലാസ്സിലോട്ട് സ്വാഗതം. ഈ വീഡിയോ പാർട്ടിൽ നമുക്ക് വീണ്ടും IP അഡ്രസ്സിനെ പറ്റി തന്നെയുള്ള ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. പ്രധാനമായിട്ടും IP അഡ്രസ്സിനെ വീണ്ടും രണ്ട് ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് പബ്ലിക് IP അഡ്രസ്സ് എന്നും പബ്ലിക് IP അഡ്രസ്സ് എന്നും രണ്ടാമത്തത് പ്രൈവറ്റ് IP അഡ്രസ്സ് എന്നും എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിലാദ്യം പബ്ലിക് IP അഡ്രസ്സിനെ കുറിച്ച് നോക്കാം. അതായത് ഈ പബ്ലിക് IP അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ISP, അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് നമുക്ക് നൽകുന്ന IP അഡ്രസ്സാണ് ഈ പബ്ലിക് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അത് ഗ്ലോബലി യുണീക്ക് IP അഡ്രസ്സാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം ഒരു IP അഡ്രസ്സ് നിങ്ങൾ ഇൻ്റർനെറ്റ് കണക്ഷൻ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ISPയുടെ കാര്യം പറയുന്നത് BSNL ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മളിപ്പം BSNL നിന്ന് ഒരു ISP കണക്ഷൻ നിങ്ങളുടെ ഓഫീസിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു സ്ഥാപനത്തിലോട്ടോ അതല്ലെങ്കിൽ വീട്ടിലോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു IP അഡ്രസ്സ് BSNL തരും. ആ IP അഡ്രസ്സ് വേറെ ഒരിടത്തും റെപ്ലിക്കേറ്റ് ചെയ്യത്തില്ല. അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൊരു IP അഡ്രസ്സാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ലാൻഡ് ലൈൻ കണക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നമ്പർ കിട്ടത്തില്ലേ, ആ നമ്പർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പോയി വിളിച്ചാൽ കിട്ടുകയും ചെയ്യും. മാത്രമല്ല അത് വേറൊരു ഭാഗത്തും ലോകത്തിൻ്റെ വേറൊരു ഭാഗത്തും റിപ്പീറ്റ് ചെയ്യത്തില്ല. ആ ഫുള്ളായിട്ടുള്ള അഡ്രസ്സ് അല്ലെങ്കിൽ ആ ഫുള്ളായിട്ട് നമ്പർ നിങ്ങളുടെ ലാൻഡ് ഫോണിന് മാത്രമായിട്ടുള്ളതായിരിക്കും. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു പബ്ലിക് IP അഡ്രസ്സ് കിട്ടും. ആ IP അഡ്രസ്സ് എവിടെയാണ് കിട്ടുന്നത്? നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ ISP, അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സാണ് ആ IP അഡ്രസ്സ് നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഓക്കെ, ഇതാരാണ് ഇപ്പം അപ്പോൾ നിങ്ങൾ ആലോചിക്കും, അതായത് ആരാണ് ഇത് സർവീസ് പ്രൊവൈഡേഴ്സിന് കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ BSNL ഇപ്പോൾ ഒരു ISP നമ്പർ, നമുക്കിപ്പോൾ ഒരു BSNL ഇപ്പോൾ നമുക്കൊരു IP അഡ്രസ്സ് തരുന്നു, പബ്ലിക് IP അഡ്രസ്സ് തരുന്നു. BSNLന് ഇതാരാണ് കൊടുത്തത്, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ISPകൾക്ക് ആരാണ് ഇത് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്? അതായത് ഇന്ന കസ്റ്റമേഴ്സിന്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഈ റേഞ്ചിലുള്ള IP അഡ്രസ്സ് നിങ്ങൾ കൊടുത്തോ, ഇന്ന ലോകത്തിന് ഇന്ന റീജിയനുള്ള, ഇപ്പോൾ ഏഷ്യയിലാണെങ്കിൽ ഇന്ന റീജിയനൊക്കെ ഈ IP അഡ്രസ്സ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് ആരാണ് അതാരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം അയാന എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം. അവരാണ് ഓരോ ISPക്കും ഇതുപോലുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട IP റേഞ്ച് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഈ അയാന എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഫുൾ ഫോം ഇൻ്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റി എന്നാണ്. അതായത് ഇവിടെ റിപ്പീറ്റ് ചെയ്യാം, അയാനയുടെ ഫുൾ ഫോം ഇൻ്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റി എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇവരായിരിക്കും ഇതിനെല്ലാം ഈ ISPക്ക് ഇതെല്ലാം കൊടുത്തിരിക്കുന്നതിൻ്റെയും, അതുപോലെ വേറെ പ്രമുഖ സ്ഥാപനങ്ങൾക്കൊക്കെ IP അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഇവർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പബ്ലിക് IP അഡ്രസ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഈ പബ്ലിക് IP അഡ്രസ്സ് തന്നെ നമുക്ക് രണ്ട് രീതിയിലുള്ള അഡ്രസ്സുകൾ നമുക്ക് ഇപ്പം നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സിന് നമുക്ക് കിട്ടും. ഒന്നാമത്തത് ഡൈനാമിക് IP അഡ്രസ്സ്, രണ്ടാമത്തത് സ്റ്റാറ്റിക് IP അഡ്രസ്സ്. ഈ ഡൈനാമിക് IP അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഒരു IP അഡ്രസ്സ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടി, നെറ്റ് കണക്ഷൻ ഇപ്പോൾ കിട്ടി. പക്ഷേ പിന്നീട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും ആ IP അഡ്രസ്സ് മാറി വേറൊരു IP അഡ്രസ്സ് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ IP അഡ്രസ്സ് തിരിതിരെ മാറുന്ന രീതിയിലുള്ള കണക്ഷനാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള IP അഡ്രസ്സ് നമുക്ക് ഡൈനാമിക് IP അഡ്രസ്സ് എന്ന് പറയാം. അതായത് എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങളൊക്കെ മറിയാം. ഇനി അടുത്ത രണ്ടാമത്തെ ഓപ്ഷനാണ് സ്റ്റാറ്റിക് IP അഡ്രസ്സ്. നമ്മളിപ്പം BSNLനോ അല്ലെങ്കിൽ അടുത്ത സർവീസ് പ്രൊവൈഡേഴ്സിനോ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു IP അഡ്രസ്സ് കിട്ടും. അതായത്
അങ്ങനെ കണക്ഷൻ കട്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നാൽ തന്നെയും ഈ IP അഡ്രസ്സ് നമുക്ക് എപ്പോഴും ആ ഒരൊറ്റ IP അഡ്രസ്സ് ആയിരിക്കും നമ്മുടെ ആ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അത് മാറത്തില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു ലാൻഡ് ലൈൻ നമ്പർ എടുത്തു, നിങ്ങളിപ്പം ആ ലാൻഡ് ലൈൻ നമ്പർ കുറേ നാൾ കഴിയുമ്പോഴത്തേനും ലാൻഡ് ലൈൻ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ നമ്പർ പോയെന്ന് കരുതുക. പക്ഷേ നിങ്ങൾക്കത് പെർമനൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഒരു സ്റ്റാറ്റിക് IP അഡ്രസ്സാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ സ്റ്റാറ്റിക് IP അഡ്രസ്സ് കണക്ഷൻ കട്ടാവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ തന്നെയോ അത് എപ്പോഴും നിങ്ങളുടെ കസ്റ്റഡിയിൽ തന്നെ ഇരിക്കും. അത് നിങ്ങൾക്കുള്ള കണക്ഷനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ സ്റ്റാറ്റിക് IP അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. കാരണം നിങ്ങളിപ്പോൾ നമുക്കിപ്പോൾ പല പല പർപ്പസിന് അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ബിഗിനേഴ്സ് എന്ന നിലയ്ക്ക് പറയാൻ സാധിക്കുന്നത്, ഇപ്പം മെയിൽ സെർവറൊക്കെ നമ്മൾ കോൺഫിഗർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റാറ്റിക് IP ഉള്ളത് നന്നായിരിക്കും. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ മെയിൽ സെർവറൊക്കെ കോൺഫിഗർ ചെയ്തു, പലർക്കും നമ്മുടെ മെയിൽ സെർവറിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തു, പലരും നമുക്ക് മെയിലൊക്കെ അയക്കുന്നു. അപ്പോൾ നമ്മൾ ഈ IP അഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കത് കമ്മ്യൂണിക്കേഷന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതൊക്കെ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കുക. അപ്പം നമുക്ക് ISPയിൽ നിന്ന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പബ്ലിക് IP അഡ്രസ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പബ്ലിക് IP അഡ്രസ്സ് തന്നെ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഡൈനാമിക് എന്നുള്ളതുണ്ട്, സ്റ്റാറ്റിക് ഉള്ള IP അഡ്രസ്സും ഇങ്ങനെ രണ്ട് രീതിയിലുള്ള IP അഡ്രസ്സാണ്. ഇനി അടുത്തത് നമുക്ക് പ്രൈവറ്റ് IP അഡ്രസ്സിനെ പറ്റി പഠിക്കാം. പ്രൈവറ്റ് IP അഡ്രസ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പം നമുക്ക് പല പല സ്ഥാപനങ്ങളും അല്ലെങ്കിൽ വീട് എന്തുകൊണ്ടും ആയിക്കോട്ടെ, ഒരു സ്ഥാപനത്തിൽ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറായിട്ട് നിങ്ങൾ ജോലി ചെയ്യാൻ കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന രീതിയിലുള്ള IP അഡ്രസ്സ് കൊടുക്കാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾക്കിപ്പം നമ്മളിപ്പം പബ്ലിക് IP അഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് IP അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിനുള്ളിലെ ഇൻറ്റേർണൽ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സിനും മറ്റ് ഡിവൈസസിനും ഒക്കെ കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന IP അഡ്രസ്സാണ് പ്രൈവറ്റ് IP അഡ്രസ്സ്. പബ്ലിക് IP അഡ്രസ്സ് ഇവിടെ നമ്മുടെ ISP തന്ന നമ്മുടെ ഈ റൗട്ടറിൻ്റെ അല്ലെങ്കിൽ മോഡത്തിൻ്റെ ആ ഒരു പോർഷൻ കൊണ്ട് അത് തീർന്നു. അതായത് 192.168.1. ഇപ്പോൾ നമുക്കിപ്പം ISP എന്നൊരു IP അഡ്രസ്സ് കിട്ടി. അതിപ്പം 192.160.1 ആണെന്ന് കരുതുക. അത് ഇവിടെ കൊണ്ട് തീർന്നു. അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് നെറ്റ്വർക്കിൻ്റെ ആ ഒരു പോർഷൻ കൊണ്ട് അത് തീരുകയാണ്. ബാക്കി ഇൻ്റർണൽ നെറ്റ്വർക്കിലോട്ട് കടക്കുമ്പോൾ ഇവിടെ ഒത്തിരി കമ്പ്യൂട്ടറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഇൻ്റേർണലി കൊടുക്കാനായിട്ട്, അതായത് ഇൻ്റർനെറ്റ് നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സിനും അതുപോലെ ബാക്കി കമ്പ്യൂട്ടബിൾ ഡിവൈസസിനും ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക്, അതായത് നമ്മുടെ റൗട്ടർ, സ്വിച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാത്തിനായിട്ട്, സ്വിച്ചിന് കൊടുക്കണ്ട, റൗട്ടറിനും അതുപോലെ കമ്പ്യൂട്ടേഴ്സിനും ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ഇൻ്റേർണലി യൂസ് ചെയ്യാനുള്ള IP അഡ്രസ്സിനെയാണ് നമ്മൾ പ്രൈവറ്റ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇൻ്റേർണൽ നെറ്റ്വർക്കിന് കൊടുക്കാനുള്ള IP അഡ്രസ്സ്. ഇത് നമുക്ക് തോന്നിയ പടിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏറ്റവും സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ ഓടണം. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ക്ലാസ് എയിലുള്ള അഡ്രസ്സാണ്. നിങ്ങളിപ്പോൾ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമെങ്കിൽ ക്ലാസ് എയിൽപ്പെട്ട IP അഡ്രസ്സാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ക്ലാസ് എയുടെ കാര്യമാണ്. അപ്പോൾ നെറ്റ്വർക്ക്, അതായത് 10.10.0.0 ഇതാണ് ആ IP അഡ്രസ്സിൻ്റെ നെറ്റ്വർക്ക് ID. അതായത് ഇത് ക്ലാസ് എയിൽപ്പെട്ട IP അഡ്രസ്സാണ്. ഇതിന് ഒരു നെറ്റ്വർക്ക് പോർഷനും, അതായത് ഇവിടെ പ്രൈവറ്റിന് കേസിൽ പറയുകയാണെങ്കിൽ 10 ആണ്. 10 നെറ്റ്വർക്കിലുള്ള IP അഡ്രസ്സ്, അതായത് 10 നെറ്റ്വർക്കിലുള്ള IP അഡ്രസ്സാണ് നമ്മൾ പബ്ലിക്കിന് വേണ്ടി, പ്രൈവറ്റിന് വേണ്ടി കൊടുക്കുന്നത്, ഓഫീസുകളിലൊക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ കൊടുക്കുന്നത് 10 റേഞ്ചിൽ പെട്ടതാണ്. അതായത് ബാക്കിയെല്ലാം ഹോസ്റ്റാന്ന് പറഞ്ഞല്ലോ. ഇതിവിടെ 10 മുഖത്തേന് N എഴുതിയിട്ടുണ്ട്. അതായത് നെറ്റ്വർക്ക്, അതായത് 10 നെറ്റ്വർക്കിൽപ്പെട്ട ക്ലാസ് എയിൽപ്പെട്ട IP അഡ്രസ്സാണ് പ്രൈവറ്റ് IP അഡ്രസ്സായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്നത്. അതായത് ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ക്ലാസ് എയിൽപ്പെട്ട IP അഡ്രസ്സുകളാണ് കൊടുക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ 10 തുടങ്ങുന്ന
IP അഡ്രസ്സ് കൊടുക്കാൻ നോക്കണം. അതായത് ഇവിടെ ഇതിന് ഈ 10 കൊടുക്കാൻ സാധിക്കുന്നതെന്ന് പറയും. ഇവിടെ ഈ 10.0.0.0 എന്നാണ് വന്നിരിക്കുന്നത്. അതായത് ഇവിടെ 0H ഹോസ്റ്റ് പോർഷൻസ് എല്ലാം സീറോസ് ആണ്. ഓക്കെ, നെറ്റ്വർക്ക് പോർഷൻ 10, ബാക്കി ഹോസ്റ്റ് പോർഷൻ 0 ആണ്. ഇതിന് നമ്മൾ നെറ്റ്വർക്ക് ID എന്നാണ് വിളിക്കുന്നത്. നെറ്റ്വർക്ക് ID, അതായത് 10.0.0.0 എന്ന് 10.0.0.0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നെറ്റ്വർക്ക് ID ആണ്. അതുപോലെ തന്നെ 10.255.255.255 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, അതായത് നമുക്ക് 0 മുതൽ 255 വരെയാണ് മാക്സിമം കൊടുക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ 0യുടെ സ്ഥാനത്ത് 255 വന്നു. ഈ 255 എല്ലാ പോർഷൻ 255, അതായത് ഇതിൻ്റെ മാക്സിമം എത്തി. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് 0യും ഏറ്റവും ഹയസ്റ്റ് മാക്സിമമാണ്. ഈ സീറോസ് വരുന്നതിനെ നമ്മൾ നെറ്റ്വർക്ക് ID എന്നും ഈ 255 വരുന്നതിന് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ID എന്നുമാണ് വിളിക്കുന്നത്. ഇത് രണ്ടും നമ്മൾ നെറ്റ്വർക്കിൽ നമ്മുടെ IP അഡ്രസ്സായിട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കാറില്ല. പകരം നമ്മൾ ഇപ്പം 10 റേഞ്ചിലുള്ള ഈ 10.0.0.0 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് PC-കൾക്ക് മാക്സിമം കൊടുക്കാവുന്ന IP അഡ്രസ്സ് എന്ന് പറയുന്നത് 10.0.0.1 മുതൽ, അതായത് 0.0.1 മുതൽ 10.255.254 വരെ എനിക്ക് കമ്പ്യൂട്ടേഴ്സിനൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ 255, ഈ 254ൻ്റെ സ്ഥാനത്ത് 255 വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രോഡ്കാസ്റ്റ് IP അഡ്രസ്സായി അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ID മാറും. അത് നമ്മൾ നെറ്റ്വർക്കിൽ ഉപയോഗിക്കാറില്ല. എനിക്കിപ്പം ഈ ഒരു ഇപ്പം 10 ഈ എൻ്റെ കമ്പ്യൂട്ടറിൽ എനിക്കിപ്പം 1000 എത്ര കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഒന്നാമത്തെ കമ്പ്യൂട്ടേഴ്സിന് 10.1 എന്നും അതിൽ 10.0.0.1 എന്നും 1, 2, 3, 4, 5, 6 അങ്ങനെ അങ്ങ് പോയി 10.255.255.254 വരെ എനിക്ക് IP അഡ്രസ്സ് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കമ്പനിയിലെ PC-കൾക്ക് ഞാൻ 10 റേഞ്ച് കൊടുക്കുന്നുള്ളൂ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളിപ്പം B ക്ലാസ്സിൻ്റെ ആളാണ്, B ക്ലാസ് മതി എന്നാണെങ്കിൽ B ക്ലാസ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നത് 172.16.00 മുതൽ to 172.31.00. അതായത് ഇത് രണ്ട് നെറ്റ്വർക്ക് ID ആണ്. അതായത് 172.16 മുതൽ 172.31 വരെയുള്ള നെറ്റ്വർക്ക് ID പെട്ട IP അഡ്രസ്സ് എനിക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് B ക്ലാസ് IP അഡ്രസ്സാണ് എനിക്ക് ഉപയോഗിക്കേണ്ടതെങ്കിൽ അത് ഞാൻ ഒന്നുകൂടെ എഴുതാം, എത്ര തൊട്ട് എത്ര വരെയാണെന്ന് എഴുതാം. ഇത് നെറ്റ്വർക്ക് ID ആണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ക്ലാസ് കഴിയുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് എന്നോട് തന്നെ ചോദിക്കും. അപ്പോൾ 172.16.0.1 മുതൽ 172.31.255.254. ഇവിടെ എന്തുകൊണ്ടാണ് 254 എഴുതിയിരിക്കുന്നത്? 255 വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായി? ബ്രോഡ്കാസ്റ്റ് ID ആയി, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് IP ആയി. ആ IP നമ്മൾ നെറ്റ്വർക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല, കമ്പ്യൂട്ടേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കത്തില്ല. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് IP നമ്മൾ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് സാധാരണ എല്ലായിടത്തും നിങ്ങളിപ്പോൾ ഒരു ഡിവൈസ് മേടിച്ചാലും കാണുന്ന ഒരു കാര്യമാണ്. അവിടെ C ക്ലാസ്സിലായിരിക്കും സാധാരണ അത് വരുന്നത്. അതായത് C ക്ലാസ്സിലുള്ള IP അഡ്രസ്സാണ് നിങ്ങളുടെ കമ്പ്യൂട്ടേഴ്സിന് നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും കൊടുക്കാവുന്നത് ക്ലാസ് സിയുടെ കേസാണ് ഈ പറയുന്നത്. ക്ലാസ് സിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നത്, അതിന് നെറ്റ്വർക്ക് ID ആണ് എഴുതുന്നത് 192.168.0.0. ഓക്കെ, ഇതാണ് അതിൻ്റെ നെറ്റ്വർക്ക് ID. ഓക്കെ, ഇനി അത് കുറച്ചൊരു എക്സ്പാൻഡ് ചെയ്ത് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര തൊട്ട് എത്ര വരെ കൊടുക്കാൻ പറ്റും എന്ന് ഞാൻ പറയാം.
അതായത് എനിക്ക് സി ക്ലാസ് കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ എനിക്ക് 192.168.1.1 മുതൽ എനിക്ക് 192.168.255.254 വരെ കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതോടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് കാര്യം ഇന്ന് ചുരുക്കത്തിൽ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. അതായത് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള IP അഡ്രസ്സിനെ പറ്റിയാണ് പഠിച്ചത്. അത് പബ്ലിക് IP അഡ്രസ്സും അതുപോലെ തന്നെ പ്രൈവറ്റ് IP അഡ്രസ്സുമാണ് പഠിച്ചത്. പബ്ലിക് IP അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ നെറ്റ്വർക്കിന് കിട്ടുന്ന IP അഡ്രസ്സാണ്. അത് നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മൾ വെക്കുന്ന IP അഡ്രസ്സ് അല്ല. അത് നമ്മൾ ഒരു ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടിയിട്ട് ISP, അതായത് BSNLനെയോ അങ്ങനെ വേറെ ഏതെങ്കിലും നെറ്റ്വർക്കിനെ നമ്മൾ ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ നമുക്ക് തരുന്ന IP അഡ്രസ്സാണ്. ആ IP അഡ്രസ്സ് നമ്മൾ അത് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ആ IP അഡ്രസ്സ് ISP എന്ന് പറയുന്ന IP അഡ്രസ്സ് ISP അല്ല, പബ്ലിക് IP അഡ്രസ്സ് നമുക്ക് ISPയിൽ നിന്ന് കിട്ടുന്നു, അതായത് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൽ നിന്ന് കിട്ടുന്നു. ഈ ISPക്ക് ഈ അഡ്രസ്സ് കൊടുക്കുന്നത്, അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ റേഞ്ചസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അയാന എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവരാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ ഈ പബ്ലിക് IP അഡ്രസ്സ് നമുക്കിപ്പോൾ ഈ BSNL കിട്ടുന്ന IP അഡ്രസ്സ് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ട് മേടിക്കാം, അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ട് മേടിക്കാം. സ്റ്റാറ്റിക് IP അഡ്രസ്സ് കുറച്ച് റേറ്റ് കൂടുതലാണ്. അതിനെപ്പറ്റിയുള്ള താരിഫൊക്കെ നിങ്ങൾ നോക്കുക. ആ സ്റ്റാറ്റിക് IP അഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്ക് പെർമനൻ്റ് ആയിട്ടൊരു IP അഡ്രസ്സ് കിട്ടുന്നതാണ്. കാറ്റോ മഴയോ മറ്റോ വന്നു പോയാൽ തന്നെ ആ IP അഡ്രസ്സ് നമുക്ക് മാറത്തില്ല. നമുക്കത് എപ്പോഴും നമ്മുടെ സ്വന്തം IP അഡ്രസ്സായിട്ട് കിട്ടും. ആ IP അഡ്രസ്സ് നമുക്ക് പല ആവശ്യങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഒരു മെയിൽ സെർവർ ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെർവറുകളൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സെർവറിന് സ്ഥിരമായിട്ട് നമുക്കൊരു IP അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും നല്ലത്. പിന്നെ അതായത് ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾ പ്രൈവറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ പ്രൈവറ്റ് IP അഡ്രസ്സിനെ പറ്റി പഠിച്ചു. ഈ പ്രൈവറ്റ് IP അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ സ്ഥാപനത്തിനുള്ളിലെ കമ്പ്യൂട്ടേഴ്സിന് കൊടുക്കാനായിട്ടാണ് നമ്മൾ പ്രൈവറ്റ് IP അഡ്രസ്സ് കൊടുക്കുന്നത്. അത് 3 ക്ലാസ്സിലുള്ള IP അഡ്രസ്സുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ക്ലാസ് Aയിലാണെങ്കിൽ 10.0.0.0 അതാണ് അതിൻ്റെ നെറ്റ്വർക്ക് ID. ആ റേഞ്ചിൽപ്പെട്ട നെറ്റ്വർക്കിൽപ്പെട്ട IP അഡ്രസ്സേ നമ്മൾ കൊടുക്കാവുള്ളൂ. ഇനി ക്ലാസ് Bയിലെ ഇതാണെങ്കിൽ നമുക്ക് 172.16.0.002 172.31.00 വരെയുള്ള നെറ്റ്വർക്കിൽപ്പെട്ട IP കൊടുക്കാൻ സാധിക്കും. അതുപോലെ ക്ലാസ് Cയിലാണെങ്കിൽ നമുക്ക് 192.168.0.0 മുതൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പബ്ലിക് IPയെ പറ്റിയും അതുപോലെ പ്രൈവറ്റ് IP അഡ്രസ്സിനെ പറ്റിയും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ IP അഡ്രസ്സിനെ പറ്റി തന്നെയായിരിക്കും എടുക്കുന്നത്. നിങ്ങൾക്കിത് ബോറിംഗ് ആണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇത് പ്രധാനമായിട്ട് IP അഡ്രസ്സിനെ പറ്റിയാണ് കുറച്ച് ക്ലാസ്സൂടെ കണ്ടക്ട് ചെയ്യുന്നത്. ഈ IP അഡ്രസ്സിനെ പറ്റി പഠിക്കാതെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കുകയില്ല. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എനിക്ക് ടീച്ചിങ്ങിൽ അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യാതൊരു മടിയും കൂടാതെ നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.